വി.ഡി. മന്ത്രിസഭയിലെ ആദ്യത്തെ വിക്കറ്റ് വീണു. വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ആദ്യ വിക്കറ്റ് വീണു എന്ന് വേണമെങ്കിൽ പറയാം. വൈദ്യുതി മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബെന്നി ജോസഫ് ഇന്നലെ രാജിവെച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് രാജിക്കത്ത് നൽകിയത്. ബന്ധുത്വ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ മന്ത്രി സണ്ണി ജോസഫ് പ്രതിരോധത്തിലായിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം വരെ തൻ്റെ അളിയനെ സംരക്ഷിക്കാനായി പ്രതിരോധം തീർത്തു. എന്നാൽ ആ പ്രതിരോധം ഒന്നും വിലപ്പോയില്ല എന്നാണ് സണ്ണി ജോസഫിൻ്റെ അളിയനായിട്ടുള്ള, അതായത് സഹോദരി ഭർത്താവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബെന്നി ജോസഫിൻ്റെ ഈ രാജി നമ്മോട് പറയുന്നത്. സണ്ണി ജോസഫ് പറഞ്ഞത് തൻ്റെ അളിയനായിട്ടുള്ള ഈ ബെന്നി ജോസഫിനെ താൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത് ബന്ധു ആയതുകൊണ്ടല്ല, അളിയനായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് താൻ അഡീഷണൽ സെക്രട്ടറി ആക്കിയത് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതിരോധം. എഴുത്തു പരീക്ഷയില്ല, അതേപോലെ തന്നെ വൈവ ഇല്ല, ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷ പാസ്സായിട്ടല്ല അഡീഷണൽ സെക്രട്ടറി ആയിട്ട് താൻ ഇദ്ദേഹത്തെ നിയമിച്ചത്, തൻ്റെ അളിയനായിട്ടല്ല അദ്ദേഹത്തെ നിയമിച്ചത്. അദ്ദേഹം കണ്ണൂർ DCC അധ്യക്ഷനായിരുന്നു. അങ്ങനെ അദ്ദേഹം വഹിച്ച പദവികളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് സണ്ണി ജോസഫ് അവസാന നിമിഷം വരെ ബെന്നി തോമസിനെ തൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി നിലനിർത്താൻ പ്രതിരോധം തീർത്തിരുന്നു. അത് എന്റെ ഒരു ബന്ധു എന്ന നിലയിലല്ല അതിന്റെ അടിസ്ഥാനം. ഇവിടെ വ്യക്തമാക്കിയതാണ്. ഒന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സർക്കാരിന്റെ ഡെപ്യൂട്ടേഷനിലായിരിക്കണം എന്നതാണ് ഒരു നിബന്ധനയുള്ളത്. അല്ലാതെ അതിനേതെങ്കിലും ആളുകൾ അയോഗ്യരാണ് എന്ന യാതൊരു വ്യവസ്ഥയുമില്ല. പിന്നെ ഇതിന് ഒരു അപേക്ഷ സ്വീകരിച്ച് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് ടെസ്റ്റും ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷനും കോൾ ഫോർ ചെയ്തിട്ടില്ല, ഇതിനൊരു ടെസ്റ്റ് നടത്തിയിട്ടില്ല, ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. ഇത് കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ റിലേറ്റീവ് എന്നുള്ളതാണോ കട? എനിക്ക് അനുജനുണ്ട്, വേറെ അനുജനുണ്ട്, വക്കീലായ അനുജനുണ്ട്. അവനെയല്ല വെച്ചത്. ഞാൻ വെച്ചത് 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഇരിട്ടിയിലെ എല്ലാ പാർട്ടിക്കാരുമുള്ള ഇരിട്ടി മഹാത്മാഗാന്ധി പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി, എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ്. ഞാൻ ഇലക്ഷൻ കൗണ്ടിങ്ങിന് പോയിട്ടില്ല. ഞാൻ കൗണ്ടിങ് ഡേയിൽ ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ കൗണ്ടിങ്ങിന് പോകാതെ എൻ്റെ കാര്യങ്ങൾ, ഇലക്ഷൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എൻ്റെ ചീഫ് ഏജന്റായിട്ട് പ്രവർത്തിച്ച നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴി കൊടുക്കാത്ത കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ. ഒരു കാര്യം കൂടി എന്നോട് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, ഡൽഹി ആയിട്ടൊക്കെ ഒരുപാട് നാള് ഭരണപരമായ ബന്ധമുള്ള ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സ്റ്റാഫിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഞാൻ വെച്ചത് എൻ്റെ പ്രവർത്തനം, മന്ത്രി എന്നതിലുള്ള എൻ്റെ പ്രവർത്തനം കുറ്റമറ്റതാകാൻ, ജനോപകാരപ്രദമാകാൻ, വിജയകരമാകാൻ, ഫലപ്രദമാകാൻ സഹായിക്കുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ്. പൊതുപ്രവർത്തനത്തിന്റെ പരിചയസമ്പത്തുള്ള ഒരാളെയാണ്, നല്ല ക്യാരക്ടറുള്ള ഒരാളെയാണ് ഞാൻ വെച്ചത്. എന്നാൽ ആ പ്രതിരോധം മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്നലെ സണ്ണി ജോസഫ് നടത്തിയ ഏതാണ്ട് 10ഓളം ബന്ധുത്വ നിയമനങ്ങൾ പുറത്തു വന്നു. അതോടെ സണ്ണി ജോസഫിന്റെ എല്ലാ പ്രതിരോധ അടവുകളും പാളിയതോടുകൂടി നിൽക്കക്കള്ളിയില്ലാതെ ബെന്നി ജോസഫിന് ഇന്നലെ രാജിക്കത്ത് കൊടുക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം ഇന്നലെ വൈകുന്നേരമാണ് രാജിക്കത്ത് കൈമാറിയത്. ഇന്നലെയായിരുന്നു സണ്ണി ജോസഫിന്റെ കൂടുതൽ ബന്ധുത്വ നിയമനം പുറത്തു വന്നത്. അദ്ദേഹം നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വലിയ തോതിൽ പ്രതിരോധം തീർത്തു സണ്ണി ജോസഫിന്. സണ്ണി ജോസഫിനെതിരായി വലിയ പ്രതിരോധമാണ് ഇന്നലെ CPM നേതാവ് MV ജയരാജൻ അഴിച്ചുവിട്ടത്. MV ജയരാജൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 10 നിയമനങ്ങൾ സണ്ണി ജോസഫ് നടത്തിയിട്ടുണ്ട്. ബന്ധു നിയമനങ്ങൾ 10 എണ്ണം നടത്തിയിട്ടുണ്ടെന്നായിരുന്നു ഇന്നലെ MV ജയരാജൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. KPCC പ്രസിഡന്റും മന്ത്രിയുമായ ശ്രീ സണ്ണി ജോസഫിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വന്നു
എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അദ്ദേഹം ബന്ധു നിയമനത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇത് പൊളിറ്റിക്കലായ ഒരു നിയമനമാണ്. മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് പൊളിറ്റിക്കൽ നിയമനമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇക്കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ ബന്ധുക്കളായ 10 പേരെ ജോലിയിൽ നിയമിക്കുകയും മകളെ MBBSന് പരിയാരം മെഡിക്കൽ കോളേജിൽ അർഹതപ്പെട്ട റാങ്കുകാരെ മറികടന്ന് പ്രവേശനം നൽകുകയും ചെയ്തിട്ടുണ്ട്. സണ്ണി ജോസഫ് നിയമിച്ചു എന്ന് പറയപ്പെടുന്നവർ ഇതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇവരാണ്. ഷാജി ജോസഫ് അദ്ദേഹത്തിന്റെ സഹോദരൻ. അദ്ദേഹം ഇപ്പോൾ കേരള ബാങ്കിൽ ജോലി ചെയ്യുന്നു. അത് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നപ്പോഴാണ് ഈ ഷാജി ജോസഫിനെ തിരികെ കയറ്റിയത് എന്നാണ് MV ജയരാജന്റെ ആരോപണം. സമാനമായ നിലയിൽ ഷെല്ലി ജോസഫിനെയും, അതായത് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നപ്പോൾ ഇപ്പോഴത്തെ കേരള ബാങ്കിലേക്ക് ആ സമയത്ത് ഷെല്ലി ജോസഫിനെ, സഹോദരിയായിട്ടുള്ള ഷെല്ലി ജോസഫിനെ ഇത്തരത്തിൽ ബന്ധുത്വ നിയമനം നടത്തിയെന്ന് MV ജയരാജൻ ആരോപിച്ചു. MV ജയരാജൻ പറയുന്ന മൂന്നാമത്തെ ആൾ ഐസൽ ജോസഫാണ്, അതായത് മറ്റൊരു സഹോദരൻ. അദ്ദേഹത്തെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്ക്, ഇതെല്ലാം തന്നെ കോൺഗ്രസിന് സ്വാധീനമുള്ള ബാങ്കുകളാണ്, കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള ബാങ്കുകളാണ്. ആ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് ഈ നിയമനങ്ങളെല്ലാം നടത്തിയത് എന്നാണ് MV ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ബെന്നി ജോസഫാണ്. ഇപ്പോൾ രാജിവെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അളിയനായിട്ടുള്ള ബെന്നി ജോസഫ്. അദ്ദേഹം ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ജോലി, അവിടേക്കായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം. അദ്ദേഹം കണ്ണൂർ DCC അധ്യക്ഷനായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അഡീഷണൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയമിച്ചതും ഈ ഒരു രാജിയിലേക്ക് കലാശിച്ചതും. അഞ്ചാമത്തെ നിയമനം എന്ന് പറയുന്നത് ജോസ് എടത്താഴെയാണ്. അതായത് സണ്ണി ജോസഫിന്റെ ഭാര്യ സഹോദരൻ. മണത്തണ സർവീസ് സഹകരണ ബാങ്കിലാണ് അദ്ദേഹത്തിന് നിയമനം നൽകിയത് എന്നാണ് ആരോപണം. ഏഴാമതായി ജോഷി തോമസ്, അതായത് സണ്ണി ജോസഫിന്റെ അളിയന്റെ സഹോദരനാണ് ഈ ജോഷി തോമസ്. അദ്ദേഹത്തെ തലശ്ശേരി രൂപത എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കാണ് സണ്ണി ജോസഫ് തിരികെ കയറ്റിയത് എന്നാണ് MV ജയരാജൻ ആരോപിച്ചത്. ഒപ്പം തന്നെ ആശ റോസ്, സ്വന്തം മകൾ, കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് ആശയെ ബന്ധുത്വ നിയമനമായി സണ്ണി ജോസഫ് നിയമിച്ചത് എന്നാണ് ആരോപണം ഉയരുന്നത്. ഒൻപതാമതായി അഞ്ജു റോസാണ്, അതായത് സണ്ണി ജോസഫിന്റെ മകളാണ് അഞ്ജു റോസ്. 24,945 റാങ്കുകാരിയായ അഞ്ജു റോസ് റാങ്ക് മറികടന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ 2006 UDF ഭരിക്കുമ്പോൾ MBBSന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ MV ജയരാജൻ പറഞ്ഞത്. സണ്ണി ജോസഫിന്റെ 10ാമത്തെ നിയമനം എന്ന് പറയുന്നത് ഗിരീഷ് കുമാറാണ്, അതായത് സ്വന്തം ഡ്രൈവർ. UDF ഭരണകാലത്ത് മന്ത്രി KC ജോസഫിന്റെ സ്റ്റാഫായിരുന്നു അദ്ദേഹം. ശമ്പളം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ ഗിരീഷ് കുമാറിന് കൊടുക്കുന്നത്. അങ്ങനെ നിരവധി ബന്ധുത്വ നിയമനം നടത്തിയ സണ്ണി ജോസഫിന്റെ ഏറ്റവും വലിയ ബന്ധു നിയമനം എന്ന് പറയുന്ന ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആളിയന്റെ നിയമനമാണ്. ആ ആളിയൻ ഇതാ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ നിന്ന് ഇത് ശക്തമായിട്ടുള്ള ഒരു അന്തർധാര, ഇൻവെർട്ടഡ് കോമയിൽ പറയാം, ഒരു അന്തർധാര അദ്ദേഹത്തിനെതിരെ ഉടലെടുത്തിരുന്നു. അങ്ങനെ പാർട്ടിക്കകത്ത് നിന്നുള്ള ആക്രമണം, പുറത്തു നിന്നുള്ള ആക്രമണം, ഇതെല്ലാം കൂടി വന്നപ്പോഴേക്കും സണ്ണി ജോസഫിന്റെ എല്ലാ പ്രതിരോധ മാർഗങ്ങളും, എല്ലാ പ്രതിരോധ തന്ത്രങ്ങളും പൊളിഞ്ഞു. അങ്ങനെ നിക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ബെന്നി ജോസഫ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിട്ടുള്ളത്. അങ്ങനെ VD സതീശൻ മന്ത്രിസഭയിൽ നിന്നും ആദ്യമായി തെറിക്കുന്ന ആളെന്ന നിലയിൽ സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, സഹോദരി ഭർത്താവ് കൂടിയായിട്ടുള്ള ബെന്നി ജോസഫ് ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ബെന്നി ജോസഫിൻ്റെത് ബന്ധുത്വ നിയമനം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ എന്തിനാണ് രാജിവെക്കേണ്ടി വന്നത്? ഇങ്ങനെ ബന്ധുത്വ നിയമനം അല്ല എങ്കിൽ, സണ്ണി ജോസഫ് പറഞ്ഞ ന്യായീകരണമാണ് ശരിയെങ്കിൽ
എന്തിനാണ് ബെന്നി ജോസഫ് രാജിവെച്ച് ഒഴിഞ്ഞത്? അതിനർത്ഥം ഇത് സണ്ണി ജോസഫിന് ബോധ്യപ്പെട്ടു, ബെന്നി ജോസഫിന് ബോധ്യപ്പെട്ടു അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, തങ്ങൾ വലിയ പ്രതിരോധത്തിലാണ്, അതുകൊണ്ട് രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സ്വന്തം അളിയനായിട്ടുള്ള ഈ ബെന്നി ജോസഫിൻ്റെ രാജി ഇപ്പോൾ സണ്ണി ജോസഫിന് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് തന്നെയായാലും വി.ഡി. സതീശൻ മന്ത്രിസഭയ്ക്കേറ്റ ആദ്യത്തെ ആഘാതം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു രാജി. കാരണം കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ബന്ധുത്വ നിയമനം എന്നാരോപിച്ചുകൊണ്ട് സണ്ണി ജോസഫും അതേപോലെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൂടിയായ വി.ഡി. സതീശനും വലിയ തോതിൽ LDFനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. കെ രാഗേഷിന്റെ ഭാര്യയെ നിയമിച്ചതടക്കം, അതേപോലെ തന്നെ E.P. ജയരാജന്റെ ബന്ധുവായ P.K. സുധീർ നമ്പ്യാരെ നിയമിച്ചതടക്കമുള്ള LDF ഭരണകാലത്തെ എല്ലാ നിയമനങ്ങളും 6 വർഷത്തെ നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കളാണ് വി.ഡി. സതീശനും ഒപ്പം KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫും. അങ്ങനെ കഴിഞ്ഞ തവണ, അതായത് രണ്ടാം പിണറായി സർക്കാരിൽ ബന്ധുത്വ നിയമനത്തിനെതിരെ ആഞ്ഞടിച്ച 2 നേതാക്കളാണ് സണ്ണി ജോസഫും വി.ഡി. സതീശനും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അവർ അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയ ഈ ബന്ധുത്വ നിയമനം വലിയ തോതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാജി പ്രസക്തമാകുന്നത്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i News, an eye for truth.